अपनी अनंत किरणें बाहें सा पसारे, अपनी अनंत किरणें बाहें सा पसारे, गुण शक्तियों की माला हमारे गले में डाले। बाबा तुम हमारे ओ बाबा प्यारे प्यारे। शीतल सी ये रश्मियाँ हम पर बिखर रही हैं, आनंद की फुहारें प्रतिपल बरस रही हैं। शीतल सी ये रश्मियाँ हम पर बिखर रही हैं, आनंद की फुहारें प्रतिपल बरस रही हैं। अनुभूतियों में रंगे रूहानी ये इशारे। बाबा तुम हमारे ओ बाबा प्यारे प्यारे। जो बीज में है एक विशाल तरवर समाया, तुम में होकर लवलीन तुम सा स्वरूप पाया। जो बीज में है एक विशाल तरवर समाया, तुम में होकर लवलीन तुम सा स्वरूप पाया। अव्यक्त है अनूठे न्यारे ये नजारे। बाबा तुम हमारे ओ बाबा प्यारे प्यारे। हे ब्रह्म घर में ये अरुणिमा सी फैली है लाली, अनुपम ये शाश्वत है शांति सुख की छटा निराली। हे ब्रह्म घर में ये अरुणिमा सी फैली है लाली,
അല്പസമയത്തേക്ക് ഞാൻ എൻ്റെ ചിന്തകളെ ഭൗതികമായ ചിന്തകളിൽ നിന്നും പിൻവലിച്ച് ആത്മീയവും അലൗകികവുമായ ചിന്തകളിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഞാൻ ഒരു ആത്മാവാണ്. ഇരുപുരിക മധ്യത്തിൽ തലച്ചോറിനുള്ളിൽ പ്രകാശിച്ചുകൊണ്ട് ഞാൻ ആത്മാവ് ഇരിക്കുന്നു. ഞാൻ ആത്മാവാണ് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ഈ കണ്ണുകളിലൂടെ കാണുന്നതും ചെവികളിലൂടെ കേൾക്കുന്നതും ഞാൻ ആത്മാവാണ്. ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നതും ഞാൻ ആത്മാവ് തന്നെയാണ്. ഞാൻ ഈ ശരീരത്തിൻ്റെ അധികാരിയാണ്. ഞാൻ അജർ, അമർ, അവിനാശിയാണ്. അതായത് ആത്മാവായ എനിക്ക് ജരാനരകൾ ബാധിക്കുന്നില്ല, മരണവും സംഭവിക്കുന്നില്ല, നാശവും സംഭവിക്കുന്നില്ല. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ശരീരത്തിനാണ് ജരാനരകൾ ബാധിക്കുന്നതും നാശം സംഭവിക്കുന്നതും. കാരണം ഈ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ഞാൻ ആത്മാവ് ഒരു പ്രകാശ കണികയായി ഈ ശരീരത്തിനുള്ളിൽ നിവസിക്കുന്നു. ഈ നശ്വരമായ ശരീരത്തിൻ്റെ യജമാനനാണ് അനശ്വരനായ ഞാൻ ആത്മാവ്. ഞാൻ പ്രകാശ സ്വരൂപമാണ്. ഞാൻ സ്നേഹസ്വരൂപമായ ആത്മാവാണ്. എൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് സ്നേഹം. ആത്മാവായ എൻ്റെ ഉള്ളിൽ നിസ്വാർത്ഥവും പരിശുദ്ധവുമായ സ്നേഹം നിറഞ്ഞിരിക്കുന്നു. ഇതാണ് ആത്മീയ സ്നേഹം. ഞാൻ ആത്മാവ് എന്നെ തന്നെ സ്നേഹിക്കുന്നു. ഇത്രയും കാലം ഞാൻ എന്നാൽ ശരീരമാണെന്ന് ധരിച്ച് ഞാൻ ശരീരത്തെ സ്നേഹിച്ചു വന്നു. മറ്റുള്ളവരെയും ശരീരമാണെന്ന് ധരിച്ച് ശരീരധാരികളെ സ്നേഹിച്ചു വന്നു. അതിലൂടെ എൻ്റെ ഉള്ളിലെ പോസിറ്റീവ് ഊർജം നഷ്ടപ്പെടുകയും ഞാൻ അശാന്തനായി തീരുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ തെറ്റിനെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നാൽ ഒരു ആത്മാവാണ് എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്നു. എല്ലാവരെയും ആത്മാക്കളായി കണ്ട് സ്നേഹിക്കുന്നു. അതിനാൽ ഓരോ നിമിഷവും എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ഊർജം ഉണർന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ ഞാൻ ശാന്തനും സ്വസ്ഥവുമാണ്, ഭാരരഹിതവുമാണ്. ഈ ആത്മീയ സ്നേഹത്തിന് നിബന്ധനകളില്ല. ആരെനിക്ക് സ്നേഹം തന്നാലും ഇല്ലെങ്കിലും, ഉപകാരം ചെയ്തു തന്നാലും ഇല്ലെങ്കിലും,
നല്ലവരാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ ഈ ആത്മീയ സ്നേഹത്തിന് കഴിയുന്നു. ഇത് സത്യമായ സ്നേഹമാണ്. ഞാൻ ആത്മാവ് സ്നേഹസ്വരൂപമാണ്. എൻ്റെ ഉള്ളിൽ സത്യവും ശുദ്ധവുമായ സ്നേഹം നിറഞ്ഞിരിക്കുന്നു. ആത്മപ്രകാശമായ എന്നിൽ നിന്നും പരിശുദ്ധമായ സ്നേഹം പ്രകാശതരംഗങ്ങളായി എൻ്റെ മുഴുവൻ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ്. എന്നിലെ ആത്മീയ സ്നേഹം എൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വ്യാപിക്കുകയാണ്. എൻ്റെ കണ്ണുകളിലും മുഖത്തിലും ആത്മീയ സ്നേഹം നിറഞ്ഞിരിക്കുന്നു. ഞാൻ സ്നേഹസ്വരൂപമായ ആത്മാവാണ്. മെല്ലെ മെല്ലെ എൻ്റെ മനസ്സിൽ പരമാത്മാവിൻ്റെ പ്രകാശരൂപം തെളിഞ്ഞു വരികയാണ്. ഞാൻ ആത്മാവ് എങ്ങനെയാണോ പ്രകാശബിന്ദു, അതേപോലെ പരമാത്മാവും പ്രകാശബിന്ദുവാണ്. എന്നാൽ എന്നേക്കാൾ തേജോമയനാണ്. പരംധാമ നിവാസിയായ പരമാത്മാവ് എൻ്റെ ശിരസിന് തൊട്ടുമുകളിലായി നിലകൊണ്ടിരിക്കുകയാണ്. പ്രകാശസ്വരൂപനായ പരമാത്മാവ് സ്നേഹത്തിൻ്റെ മഹാസാഗരനാണ്. സദാ സർവരുടെയും മംഗളകാരിയാണ്. സദാസമയവും ലോകത്തിലേക്ക് സ്നേഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പരമപ്രകാശം എന്നിലേക്കും സ്നേഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പരമാത്മാവിൽ നിന്നും എൻ്റെ ശിരസിലും ദേഹത്തിലും സ്നേഹത്തിൻ്റെ പ്രകാശം വന്ന് പതിക്കുകയാണ്. ആ പ്രകാശം തലച്ചോറിനുള്ളിലിരിക്കുന്ന ആത്മാവായ എന്നിലും നിറയുകയാണ്. ഞാൻ പരമാത്മാ സ്നേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഈശ്വരൻ്റെ ഈ സ്നേഹം എന്നെ ശക്തിശാലിയാക്കുന്നു. എന്നെ നിശ്ചിന്തനാക്കിയിരിക്കുന്നു. എന്നെ നിർഭയനാക്കിയിരിക്കുന്നു. എന്നെ സുരക്ഷിതനാക്കിയിരിക്കുന്നു. ഈശ്വരീയ സ്നേഹം എന്നെ നിരാശയിൽ നിന്നും പ്രതീക്ഷയുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. എന്നിൽ ആത്മവിശ്വാസം ഉണർത്തിയിരിക്കുന്നു. സദാ എന്നെ ഉണർവും ഉത്സാഹവുമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ എൻ്റെ ആത്മീയ അച്ഛനായ പരമാത്മാവ് സദാ കൂടെയുണ്ട്. സർവേശ്വരൻ എന്നിലേക്ക് സദാസമയവും സ്നേഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ സദാ ഈശ്വരീയ സ്നേഹത്തിൻ്റെ
തണലിലാണ്. ഞാൻ സദാ സുരക്ഷിതനാണ്. ഓം ശാന്തി. ലോകമാകെ നേടി ഞാൻ നിൻ സ്നേഹപ്രഭയിൽ ബാബാ. ഈ ലോകമാകെ നേടി ഞാൻ നിൻ സ്നേഹപ്രഭയിൽ ബാബാ. നിലാവിൻ്റെ ലോകത്തിൽ പോയി പോയി അലിഞ്ഞു ശാന്തമായെൻ മനം ഇനി ജീവിതമാകെ ഇനി ഞാനെന്നെന്നുമെന്നെന്നുമെന്നും നിൻ പ്രകാശമാ പ്രകാശമാ. ഈ ലോകമാകെ നേടി ഞാൻ നിൻ സ്നേഹപ്രഭയിൽ ബാബാ. തൻ വേഴാമ്പലായി അലഞ്ഞു ഞാൻ. ശാന്തി തൻ വേഴാമ്പലായി അലഞ്ഞു ഞാൻ. നിൻ സ്നേഹമഴയിൽ നീരാടിയാടി അലിഞ്ഞു ശാന്തമായെൻ മനം ഇനി ജീവിതമാകെ ഇനി ഞാനെന്നെന്നുമെന്നെന്നുമെന്നും നിൻ പ്രകാശമാ. ഈ ലോകമാകെ നേടി ഞാൻ നിൻ സ്നേഹപ്രഭയിൽ ബാബാ. അജ്ഞാതമാമെല്ലാം ജീവന്റെ ഭാരവും എല്ലാം മറന്ന് നിൻ സ്നേഹസ്മൃതിയിൽ അലിഞ്ഞു ഞാൻ.
ഭക്തിയിൽ അലിഞ്ഞു ഞാൻ ശാന്തമായെൻ മനം ഇനി ജീവിതമാകെ ഇനി ഞാനെന്നെന്നുമെന്നെന്നുമെന്നും നിൻ പ്രകാശമാ ഈ ലോകമാകെ നേടി ഞാൻ നിൻ സ്നേഹപ്രഭയിൽ ബാബാ ഈ ലോകമാകെ നേടി ഞാൻ നിൻ സ്നേഹപ്രഭയിൽ ബാബാ നിലാവിൻ്റെ ലോകത്തിൽ പോയി പോയി അലിഞ്ഞു ഞാൻ ശാന്തമായെൻ മനം ഇനി ജീവിതമാകെ ഇനി ഞാനെന്നെന്നുമെന്നെന്നുമെന്നും നിൻ പ്രകാശമാ നിൻ പ്രകാശമാ ഈ ലോകമാകെ നേടി ഞാൻ നിൻ സ്നേഹപ്രഭയിൽ ബാബാ ओम शांति शांति ओम शांति शांति अंतर मन में ज्योति जगा लो होगा दूर अंधेरा शिव का कर लो ध्यान आ रहा पावन पुण्य सवेरा तुम हो कौन कहाँ से आए अपने आप को जानो राजयोग के द्वारा अपना परम पिता पहचानो इसी राजपथ पर चलकर तुम पालो अपना बसेरा तुम हो आत्मा तन से न्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा
ശാന്തി. ഇന്ന് നമുക്ക് സൺഡേ ബാബയുടെ അവ്യക്ത മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ബാബയുടെ ഇന്നത്തെ മുരളി ബാലൻസിങ്ങിനെ കുറിച്ചാണ്. ബാബ പറയുന്ന കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സേവനങ്ങൾ ചെയ്യുമ്പോൾ സേവനത്തിൻ്റെയും വിനയത്തിൻ്റെയും സന്തുലനമുണ്ടെങ്കിലേ ബ്ലെസ്സിങ്സ് കിട്ടുള്ളൂ. ബാലൻസിങ്ങിലൂടെ ബ്ലെസ്സിങ്സ് പ്രാപ്തമാക്കൂ പറയണ ബാബ. എത്രത്തോളം ആശീർവാദം നേടുന്നു അത്രത്തോളം നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ശേഖരണം വർദ്ധിക്കും. ബാബയിൽ നിന്ന് നമുക്ക് കേൾക്കാം. 23/6/24 ഇന്ന് സൺഡേ നമുക്ക് യോഗഭട്ടിയുടെ ദിവസമാണ്. നാളെ ദിവസപ്രമാണം മാതേശ്വരിയുടെ സ്മൃതി ദിനമാണ്. ഇന്ന് നമ്മൾ സൺഡേ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ സ്മൃതി ദിനത്തിൻ്റെ യോഗഭട്ടി ചെയ്യണം. ബാബയുടെ മുരളി 19/3/2000 നിർമ്മാണത്തിൻ്റെയും വിനയത്തിൻ്റെയും സന്തുലനത്തിലൂടെ ആശീർവാദങ്ങളുടെ കണക്ക് ശേഖരിക്കും. നിർമ്മാണം എന്ന് പറഞ്ഞാൽ നിർമ്മാണ കാര്യങ്ങൾ, സേവന കാര്യങ്ങൾ. സേവനത്തിൻ്റെയും വിനയത്തിൻ്റെയും സന്തുലനത്തിലൂടെ ആശീർവാദങ്ങളുടെ ശേഖരണം ഉണ്ടാക്കും. ഇന്ന് ബാബ്ദാദ തൻ്റെ ഹോളി ഹാപ്പി ഹംസങ്ങൾ, പവിത്രവും സന്തോഷവുമുള്ള ഹംസങ്ങളായ മക്കളുടെ സഭയെ കാണാൻ വന്നിരിക്കുകയാണ്. നാനാഭാഗത്തും ബാബ കാണുന്നത് ഹോളി ഹംസങ്ങളെയാണ്. ഹോളി ഹംസങ്ങളുടെ വിശേഷത മക്കൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാമല്ലോ. എന്താ ഹോളി ഹംസങ്ങളുടെ വിശേഷത? ഹോളി ഹാപ്പി ഹംസം എന്നാൽ ശുദ്ധമായ, ക്ലിയർ, ശുദ്ധിയുള്ള, സംശുദ്ധിയുള്ള ഹൃദയം. ഇങ്ങനെയുള്ള ഹോളി ഹംസങ്ങൾക്ക് ശുദ്ധമായ ഹൃദയമുള്ളത് കാരണം. ഹോളി ഹംസം അർത്ഥം ശുദ്ധ ഹൃദയമുള്ളവർ. ആ കാരണത്താൽ ഓരോ ശുഭാശകളും, അവരുടെ ഓരോ ശുഭാശകളും സഹജമായി പൂർത്തീകരിക്കപ്പെടുന്നു. സദാ തൃപ്താത്മാവായിരിക്കണം. ശ്രേഷ്ഠ സങ്കല്പങ്ങൾ എന്തെടുക്കുന്നോ അതപ്പോൾ തന്നെ പൂർത്തീകരിക്കപ്പെടും. അവർക്ക് പരിശ്രമിക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? എന്താ കാരണം? ബാപ്ദാദയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ശുദ്ധ ഹൃദയമുള്ള മക്കളാണ്. അവർ ബാബയ്ക്ക് ഏറ്റവും സമീപത്താണ്. ഏറ്റവും സമീപത്ത് ഏറ്റവും പ്രിയപ്പെട്ടവര് ശുദ്ധ ഹൃദയമുള്ള കുട്ടികളാണ്. ശുദ്ധ ഹൃദയർ സദാ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനധാരിയാണ്. ബാബയുടെ മധുര മഹാവാക്യം കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലെ സ്മൃതി ചെക്കിങ് നടക്കണം. ഞാൻ എത്രത്തോളം ശുദ്ധ ഹൃദയം എനിക്കുണ്ട്, എത്രത്തോളം ബാബയുടെ സമീപത്താണ് ഞാൻ, അത്രത്തോളം ബാബയ്ക്ക് ഞാൻ ഏറ്റവും പ്രിയങ്കരനായ കുട്ടിയായിരിക്കും. ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനധാരി കുട്ടികൾ ശ്രേഷ്ഠ സങ്കല്പം, സർവശ്രേഷ്ഠ സങ്കല്പം പൂർത്തീകരിക്കുന്നതിനാൽ വൃത്തി, ദൃഷ്ടി, സംസാരം, സംബന്ധം, സമ്പർക്കം എല്ലാം സരളവും സ്പഷ്ടവുമായി ഒരേപോലെ കാണപ്പെടും. ശുദ്ധഹൃദയമുള്ളവരുടെ അടുത്ത വിശേഷത എന്താ പറഞ്ഞ ബാബ? ഭഗവാന്റെ ഹൃദയ സിംഹാസനധാരിയാണ്. അവരുടെ എല്ലാ ശ്രേഷ്ഠ സങ്കല്പങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. അവരുടെ വൃത്തി, ദൃഷ്ടി, സംസാരം, സംബന്ധം, സമ്പർക്കമെല്ലാം സരളവും സ്പഷ്ടവും. സരളതയുടെ ലക്ഷണമാണ് ഹൃദയം, ബുദ്ധി, വാക്ക് ഒരേപോലെ ഇരിക്കും. സരളത. സരളതയുടെ ലക്ഷണം എന്താ പറഞ്ഞ ബാബ? ഹൃദയവും ഉള്ളും ബുദ്ധിയും സംസാരവും ഒരേപോലെ ഇരിക്കും. ഹൃദയത്തിൽ അകത്തൊന്ന്, സംസാരത്തിൽ മറ്റൊന്നായിരിക്കില്ല.
ഇത് സരളതയുടെ ലക്ഷണമല്ല. അകത്തൊന്ന്, മനസ്സിൻ്റെ ഉള്ളിലൊന്ന്, പക്ഷെ സംസാരം വേറൊന്ന്. ഇത് സരളതയുടെ ലക്ഷണമല്ല. സരള സ്വഭാവമുള്ളവർ സദാ വിനയചിത്തരായിരിക്കും. സരള സ്വഭാവി വിനയചിത്തരായിരിക്കും, നിരഹങ്കാരിയായിരിക്കും, നിസ്വാർത്ഥ ഭാവമുള്ളവരായിരിക്കും. ഇതൊക്കെ പറഞ്ഞേ, വിനയചിത്തര്, നിരഹങ്കാരി, നിസ്വാർത്ഥം. ഹോളി ഹംസത്തിൻ്റെ വിശേഷത സരളചിത്തം. അരഹുളിഹംസം സരളചിത്തം, സരളവാണി, സരളമായ മനോവൃത്തി, സരളമായ ദൃഷ്ടിയുള്ള മക്കൾ. ടോട്ടൽ സരളത. ദൃഷ്ടി, വൃത്തി, സങ്കല്പം, വാക്ക് എല്ലാം സരളത. അപ്പോഴെന്ത് പറയാം? ഹോളിഹംസം. അതായിരുന്നല്ലോ മാതേശ്വരിയുടെ വ്യക്തിത്വം. സരളത എല്ലാറ്റിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സരസ്വതിയെ കാണിക്കുമ്പോൾ തന്നെ എല്ലാം അങ്ങനെയാണല്ലോ. വെള്ളത്താമര അല്ലേ, വെളുത്ത ഹംസം, വാഹനം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് വൈറ്റ് വൈറ്റ്. ബാബ്ദാദ ഈ വർഷം കുട്ടികളുടെ 2 വിശേഷതകൾ കാണാൻ ആഗ്രഹിക്കുന്നു. മക്കളുടെ മുഖത്തിലും പെരുമാറ്റത്തിലും 2 വിശേഷത. ബാബ പറയുന്ന കുട്ടികൾ ചോദിക്കല്ലോ, ബാബയുടെ ബാബ, ഞങ്ങൾ എന്താണ് വിശേഷ പുരുഷാർത്ഥം ചെയ്യേണ്ടത്? ഇനി എന്ത് ചെയ്യണം? ബാബയുടെ ഈ മുരളി ആ സീസണിൻ്റെ ലാസ്റ്റ് മുരളിയായിരുന്നു, ബാബയുടെ അവതരണത്തിൻ്റെ. അപ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ബാബ ബാബ അതിൻ്റെ ഉത്തരം പറയണം. എന്താണ് വിശേഷത ബാബ കാണാൻ ആഗ്രഹിക്കുന്നത്? സേവനത്തിൻ്റെ വിഷയത്തിൽ മക്കളെല്ലാം, മെജോറിറ്റി കുട്ടികളും വളരെ നന്നായി പുരോഗമിച്ചിട്ടുണ്ട്, മുന്നേറിയിട്ടുണ്ട്. ബാപ്ദാദ കുട്ടികളുടെ ഉന്നതിക്ക് വളരെയധികം ആശംസകൾ നൽകുന്നു. വളരെ നല്ലത്, വളരെ നല്ലത്, വളരെ നല്ലത്. ഒപ്പം റിസൾട്ടിൽ ഒരു കാര്യം കണ്ടു. എന്താ കണ്ടതെന്ന് പറയട്ടെ. ബാബയുടെ മുന്നിൽ ടീച്ചർ സഹോദരിമാരും ഉണ്ടായിരുന്നു, വിദേശി കുട്ടികളും ഉണ്ടായിരുന്നു. ബാബ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, പാണ്ഡവരെ, ഭായിമാരെ, ബാബ പറയട്ടെ, നിങ്ങൾ കൈ ഉയർത്തിയല്ലേ ബാബ പറയുള്ളൂ. അപ്പം എല്ലാവരും കൈ ഉയർത്തി. അപ്പം ബാബ പറഞ്ഞു, വളരെ നല്ലത്. എന്താ ബാബ റിസൾട്ടിൽ കണ്ടതെന്നറിയുമോ? ഇന്ന് വദനത്തിൽ ബാബ് ദാദയുടെ ചുറ്റും ആത്മീയ സംഭാഷണം നടക്കുകയായിരുന്നു. എങ്ങനെയാണ് ആത്മീയ സംഭാഷണം ചെയ്യുക? ആത്മീയ സംഭാഷണം എന്ന് പറഞ്ഞാൽ 2 പേര് വേണമല്ലോ. വദനത്തിൽ ആത്മീയ സംഭാഷണം എന്ന് പറഞ്ഞാൽ ആര് തമ്മിലാണ്? ശിവബാബയും ബ്രഹ്മബാബയും തമ്മിൽ. 2 പേർ എങ്ങനെയാണ് ആത്മീയ സംഭാഷണം ചെയ്യുക? ബാബ പറഞ്ഞേ, സാധാരണ ഇവിടെ ലോകത്തിൽ ഈ മോണാക്ടിങ് ചെയ്യാറില്ലേ ചോദിക്കുക ബാബ. മോണാക്ടിങ് ചെയ്യുന്നത് ഒരാളാണ്, വ്യക്തി ഒന്ന്, പക്ഷെ പലരെ അല്ലേ അനുകരിച്ച് സംസാരിക്കാറുണ്ട്. പലരുടെ ശബ്ദങ്ങൾ, ഭാവങ്ങൾ അല്ലേ. അപ്പോൾ ഒരാൾ പല ഭാവം. താങ്കൾ ഈ ലോകത്തിൽ ബാബ പറയണേ, മോണാക്ടിങ് സമയത്ത് ഒരാൾ 2 ആളെ 3 ആളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യണം. ബാബ് ദാദ എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിൽ 2 ആത്മാക്കളാണ്. ബാബ പറയുന്നത് അപ്പോൾ വ്യത്യാസമില്ലേ? അപ്പോൾ ഒരു ശരീരത്തിൽ 2 ആത്മാക്കളിരുന്ന് എങ്ങനെയാണ് ഗുപ്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം സാധാരണ ആത്മാക്കളല്ലല്ലോ. ഒന്ന് പരമാത്മാ, മറ്റൊന്ന് സൃഷ്ടിയിലെ നമ്പർ 1 ആത്മാവ് ബ്രഹ്മാവ്, ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് അല്ലേ. അപ്പം ശിവബാബയും ശ്രീകൃഷ്ണനും. അപ്പോൾ ബാബ പറയുന്ന ഒരു ശരീരത്തിൽ 2 ആത്മാക്കൾ, വളരെ ഗുപ്ത പാർട്ടാണിത്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ അപ്പോൾ ബാബ പറയുന്നേ, വദനത്തിൽ ബാബ് ദാദ 2 പേരുടെയും സംഭാഷണം നടക്കുകയായിരുന്നു. ഏത് കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്? മക്കൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബ്രഹ്മബാബയ്ക്ക് അതിയായ ഉത്സാഹമാണ് എപ്പോഴും. സദാ ഉത്സാഹത്തിലായിരുന്നു ബ്രഹ്മബാബ. ഉണർവും ഉത്സാഹവും ബാബയ്ക്ക് എപ്പോഴും ഒരുപോലെയായിരുന്നു. എന്ത് കാര്യവും ഉടൻ ചെയ്യണം, ഉടൻ നടക്കണം, ഉടനെ. ഇതായിരുന്നു
ബ്രഹ്മബാബയുടെ മഹാമന്ത്രം. അപ്പൊ ശിവബാബ പറഞ്ഞു ബ്രഹ്മബാബയോട്, വിനാശം അഥവാ പരിവർത്തനം നടക്കണമെങ്കിൽ, ബ്രഹ്മബാബയുടെ ശിവബാബ പറഞ്ഞു, പരിവർത്തനത്തിന് 2 കൈയും ചേർന്ന് അടിക്കുന്ന സമയം കൂടി വേണ്ട, ഒരു ഞൊടിയുടെ മതി. ഞൊടി സാധാരണ നമ്മളിങ്ങനെ ഞൊടിക്കില്ലേ, ബാബന് ഇത്ര സമയം ആവശ്യമുള്ളൂ സൃഷ്ടിയുടെ മഹാപരിവർത്തനത്തിന്. പക്ഷേ താങ്കൾ ആദ്യം 108 മാലയുടെ പകുതിയെങ്കിലും തയ്യാറാക്കൂ. വിജയിക്കുന്ന വൈജയന്തി മാലയിലേക്ക് വരേണ്ടുന്ന യോഗ്യരായ യോഗികളായ മക്കളുടെ 108 പേരെങ്കിലും ബാബ പറഞ്ഞു തയ്യാറാകണം. അപ്പോൾ ബ്രഹ്മബാബ എന്തുത്തരം പറഞ്ഞിട്ടുണ്ടാവും? തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ബാബ. ശരി, പകുതി മാലയും ഇതുവരെ തയ്യാറായിട്ടില്ലേ? 108ന്റെ മാല വിട്ടോളൂ, പകുതിയുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ബാബയുടെ ചോദ്യം കേട്ടിട്ട് എല്ലാവരും ചിരിച്ചു. അപ്പൊ ബാബ പറയുന്നു, ചിരിക്കുന്നു അർത്ഥം എന്തോ ഒരു കാര്യമുണ്ടല്ലോ. നിങ്ങളിൽ ആര് പറയുന്നു പകുതി മാലയുടെ പകുതി ആത്മാക്കൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ കൈ ഉയർത്തോ പറഞ്ഞു. വളരെ കുറച്ച് പേരെ കൈ ഉയർത്തിയുള്ളൂ. ആര് മനസ്സിലാക്കുന്നു 108ഉം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പകുതി മാലയെങ്കിലും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മെജോറിറ്റി കുട്ടികളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. കുറച്ച് പേര് പറഞ്ഞു തയ്യാറായി കഴിഞ്ഞു. തയ്യാറായി എന്ന് പറയുന്നവരോട് ബാബ കൈ ഉയർത്താൻ പറഞ്ഞു. പേരെഴുതി തരൂ, നിങ്ങൾ റെഡിയായവർ പേരെഴുതി തരൂ. കാരണം ബാബ പറയുന്ന നല്ല കാര്യമല്ലേ, നിങ്ങൾ എഴുതി തരുന്ന ഷീറ്റ് ബാബന്, നിങ്ങൾ എഴുതുന്ന പേപ്പർ ബാബ മാത്രമേ നോക്കുള്ളൂ, പേടിക്കണ്ട പറയാ ബാബ. ബാബ അടച്ചു വയ്ക്കും. നോക്കിയതിന് ശേഷം ബാബ ചോദിക്കുകയാണ്, നല്ല പ്രതീക്ഷയുള്ള രത്നങ്ങൾ ആരൊക്കെയാണ്? ഞാൻ 108 മലയിൽ വരും. ബാബ്ദതയ്ക്കും സങ്കല്പമുണ്ട്, നടക്കണം. 108ന്റെ മല വേഗം റെഡിയാവണം. അപ്പം ആരൊക്കെ റെഡി എന്ന് തോന്നുന്നു? ഞാൻ തയ്യാറായി. അപ്പോൾ പേരെഴുതി വാങ്ങൂ പറഞ്ഞു ബാബ. ഫോട്ടോ എടുത്ത് വെക്കൂ. അപ്പൊ ബ്രഹ്മബാബ എന്തുത്തരം നൽകി? നിങ്ങളെല്ലാവരും നല്ല നല്ല ഉത്തരങ്ങൾ പറഞ്ഞു. ബ്രഹ്മബാബ പറഞ്ഞു, കേവലം മക്കളെ ബാബയൊന്ന് ഞൊടിച്ചാൽ മതി, മക്കൾ റെഡിയാവും. അപ്പോൾ നല്ല കാര്യമല്ലേ? ശിവബാബ പറഞ്ഞു, നല്ലത്. ഞാൻ ഞൊടിച്ചാൽ നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? മുഴുവൻ മലയും റെഡിയാണോ? പകുതി മലയുടെ ഉത്തരമാണ് ലഭിച്ചത്. മുഴുവൻ മലയെക്കുറിച്ചാണ് ബാബ ഇനി ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അതിന് കുറച്ച് സമയം വേണം. ഇപ്രകാരം ശിവബാബയും ബ്രഹ്മബാബയും തമ്മിലുള്ള ആത്മീയ സംഭാഷണം വദനത്തിൽ നടന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ട് കുറച്ച് സമയം കൂടി വേണമെന്ന് പറയുന്നത്? സംഭാഷണം എന്ന് പറയുമ്പോൾ ചോദ്യോത്തരമാണല്ലോ. എന്തുകൊണ്ട് കുറച്ചും കൂടി സമയം വേണം? എന്ത് വിശേഷ കുറവാണുള്ളത്? ഏത് കാരണത്താലാണ് പകുതി മാലയും ഇപ്പോഴും റെഡിയാവാത്തത്? അപ്പോൾ നാനാഭാഗത്തും കാരണം ചോദിച്ചപ്പോൾ നാനാഭാഗത്തും ഓരോരോ സ്ഥലങ്ങളിൽ വിശ്വമെമ്പാടുമുള്ള ബാബയുടെ മക്കൾ എവിടെയൊക്കെയുണ്ടോ എല്ലാ കുട്ടികളെയും ബാബ കാണിച്ചു കൊടുത്തു. ബ്രഹ്മബാബയ്ക്ക് എങ്ങനെയാണോ സോൺ തിരിച്ച് സേവനം ചെയ്യുന്നത്, സോൺ എന്ന് പറയുമ്പോഴും വളരെ വലുതാണ്. പക്ഷെ ബാബ ഓരോ വിശേഷ നഗരങ്ങളിലെയും കുട്ടികളെ കാണിച്ചു കൊടുത്തു, ഒരുമിച്ച് ഓരോരുത്തരുടെയും മുഖം കാണിച്ചു തന്നു. കുട്ടികളുടെ മുഖം കാണെ ബ്രഹ്മബാബ പറഞ്ഞു, ഒരേ ഒരു വിശേഷത മക്കളെല്ലാം ധാരണ ചെയ്താൽ മല വേഗം റെഡിയാകും. 108ന്റെ മല. ഏത് വിശേഷത പറയട്ടെ? സേവനത്തിൽ എത്രത്തോളം നിങ്ങൾ ഉയർന്നു, സേവനം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, മുന്നേറിയിട്ടുമുണ്ട്. എന്നാൽ സന്തുലനം ഒരു കാര്യത്തിൽ കുറവാണ്. സേവനത്തിനോടൊപ്പം ഉണ്ടായിരിക്കേണ്ട സന്തുലനം, അതാണ് വിനയം. സേവനവും വിനയവും രണ്ടും ഒപ്പം ബാലൻസ്ഡ് ആയിരിക്കണം. അതിനെയാണ് ബാബ പറയുന്നത് നിർമ്മാൺ. സേവനവും എത്ര സേവനം ചെയ്യുന്നു, സേവാധാരികളിൽ അത്ര തന്നെ വിനയവും ഉണ്ടായിരിക്കണം. സേവനത്തിൽ വിനയം. ഇതല്ലേ നമ്മൾ മാതേശ്വരിയുടെ വിശേഷത കണ്ടത്. ഇത്രയും വിശ്വത്തിൻ്റെ സേവനം ചെയ്തു,
ജഗത് അംബ, പക്ഷേ അത്ര തന്നെ വിനയം. ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പറയണം ബാബ. നിർമ്മാൺ ഹിന്ദിയിലാകുമ്പോൾ ഒറ്റ അക്ഷരത്തിൻ്റെ വ്യത്യാസമാണ്. സേവനവും വിനയവും. ഈ സന്തുലനത്തിൽ വ്യത്യാസം കാണുന്നു. സേവനത്തിൻ്റെ ഉന്നതിയിൽ ചില കുട്ടികൾ പോകുന്നുണ്ട്, അതിൽ പക്ഷേ വിനയം കുറവ്. അപ്പോൾ ബാബ പറയണേ, അപ്പം എന്ത് സംഭവിക്കും? കുറച്ചൊക്കെ സ്വാഭിമാനം, ഞാനെന്ന ദുരഭിമാനം കലരുന്നു. സേവാധാരിയുടെ ഉള്ളിൽ ഞാനെന്ന അഭിമാനം കലരുന്നു. എത്രത്തോളം സേവനത്തിൽ മുന്നേറുന്നു അത്ര തന്നെ വൃത്തിയിലും ദൃഷ്ടിയിലും സംസാരത്തിലും നടപ്പിലും വിനയമുണ്ടാകും. ആശീർവാദത്തിൻ്റെ ആവശ്യകത ഇപ്പോൾ വളരെയധികമുണ്ട്. സേവനത്തിലൂടെ ആശീർവാദം നേടേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ആശീർവാദം എപ്പോഴേ കിട്ടുള്ളൂ? സേവനം വിനയഭാവത്തോടെ ചെയ്താലേ ആശീർവാദം കിട്ടുകയുള്ളൂ. ഇപ്പോൾ വരെയും ആരെല്ലാം സംബന്ധ സമ്പർക്കത്തിലുള്ളവരിൽ നിന്ന് ആശീർവാദം നേടണമോ? ബാബ പറഞ്ഞു, ഇപ്പോഴും നേടേണ്ട രീതിയിൽ നിങ്ങൾ സേവനം ചെയ്ത് ആശീർവാദം നേടുന്നില്ല. പുരുഷാർത്ഥം എത്ര ചെയ്യുന്നു അത്രയും നല്ലത്. എന്നാൽ പുരുഷാർത്ഥത്തിനോടൊപ്പം എന്ത് വേണം? ആശീർവാദത്തിൻ്റെ ശേഖരണമില്ലെങ്കിൽ ദാതാവെന്ന അവസ്ഥ, ദയാമനസ്കതയുടെ അവസ്ഥയുടെ അനുഭൂതി ഉണ്ടാവും. സേവനത്തിനോടൊപ്പം വിനയമില്ലെങ്കിൽ ദാതാവ്, മാസ്റ്റർ ദാതാവ് എന്ന അനുഭൂതി, ദയാമനസ്സുണ്ടാവില്ലേ പറയാ ബാബ. പുരുഷാർത്ഥവും ഒപ്പം ബാപ് ദാദയുടെയും പരിവാരത്തിലെ ചെറിയവരുടെയും വലിയവരുടെയും ആശീർവാദങ്ങളും ആവശ്യമാണ്. ഇതൊക്കെ വേണം. പുരുഷാർത്ഥവും വേണം, സേവനവും വേണം. പക്ഷെ പുരുഷാർത്ഥത്തിനും സേവനത്തിനും ഒപ്പം ബാബയുടെയും പരിവാരത്തിൻ്റെയും, പരിവാരത്തിലാണെങ്കിലും ചെറിയവരുടെയും വലിയവരുടെയും എല്ലാം ആശീർവാദം നേടണം. ഈ ആശീർവാദങ്ങൾ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിച്ച് നൽകും. ഇതിലൂടെ മാർക്ക് കൂടും. എത്ര വേണമെങ്കിലും സേവനം ചെയ്തോളൂ. സേവനത്തിൻ്റെ ലഹരിയോട് മക്കൾ മുന്നോട്ട് പൊയ്ക്കോളൂ. എന്നാൽ ബാപ് ദാദ എല്ലാ കുട്ടികളിലും ഈ വിശേഷത കാണാൻ ആഗ്രഹിക്കുന്നു. ഇത് വിശേഷത സേവനങ്ങൾക്കൊപ്പമൊപ്പം വിനയമുള്ള സ്വഭാവം, ഇണക്കം, ഇണങ്ങിച്ചേർന്ന് പോകണം. എല്ലാവരോടൊപ്പം ഇഴുകിച്ചേർന്ന് പോകണം. ഇത് പുണ്യത്തിൻ്റെ ശേഖരണം സമ്പാദിക്കാൻ വളരെ വളരെ ആവശ്യമാണ്. പിന്നീട് പറയരുത്, ഞാൻ ബാബ വളരെയധികം സേവനം ചെയ്തല്ലോ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ മറ്റേത് ചെയ്തു, എന്നിട്ട് എൻ്റെ നമ്പർ എന്താ പിന്നിൽ പോയത്? അതിനാൽ ബാപ്ദാദ ആദ്യമേ നിങ്ങൾക്ക് സൂചന തരികയാണ്. വർത്തമാന സമയം ഈ പുണ്യത്തിൻ്റെ ശേഖരണം വളരെയധികം സമ്പാദിക്കും മക്കളെ. ഇങ്ങനെ ചിന്തിക്കരുത്, ഇവരിങ്ങനെ തന്നെയാണ്, ഇവർ മാറുകയില്ല എന്നൊന്നും ആരെക്കുറിച്ചും ചിന്തിക്കരുത് പറയാ ബാബ. പ്രകൃതിയെ പോലും മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ബാബ പറയണേ, പ്രകൃതിയുമായിട്ട് നിങ്ങൾ ചേർന്ന് പോകുന്നല്ലോ, പിന്നെ എന്താണ് ഒരു ബി കെയുമായിട്ട് ചേർന്ന് പോകാത്തത്? ബ്രാഹ്മണരുമായി ചേർന്ന് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ആര് തങ്ങളെ എതിർക്കുന്നു അവരുമായി ചേർന്ന് പോകൂ. ഇതാണ് സേവനത്തിൻ്റെയും വിനയത്തിൻ്റെയും സന്തുലനം. കേട്ടോ ചോദിക്കുക ബാബ. സേവനവും ചെയ്യണം, അത്ര തന്നെ വിനയ സ്വഭാവമുള്ളവരുമായിരിക്കണം. ഇതിലാണ് സന്തുലനം പാലിക്കേണ്ടത്. ബാബ പറയണേ, സീസണിൻ്റെ അവസാനം ബാബ കുട്ടികൾക്ക് ഇനി ബാബ പറയണേ, മുരളിയിൽ ബാബ ഒരു ഹോംവർക്കും കൂടി കുട്ടികൾക്ക് തരാണ്. ഗൃഹപാഠം വേണ്ടേ ചോദിക്കുക ബാബ. ഗൃഹപാഠം ബാബ വരുമ്പോൾ നോക്കും കുട്ടികൾ ചെയ്തു എന്ന്. അപ്പം ബാബ പറയണം, നോക്കൂ മക്കളെ, ബ്രഹ്മ ബാബയുടെ പാർട്ട് 69 വരെ നടന്നു. 1936 മുതൽ 69 വരെ ശിവബാബ ബ്രഹ്മാവിലൂടെ ഡയറക്റ്റ് സാക്കാരത്തിൽ വന്ന് മുരളി തന്നു. അതിനെയാണ് സാക്കാര മുരളി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ദിവസവും കേൾക്കുന്ന മധുരമായ മക്കളെ എന്ന് വിളിച്ചുകൊണ്ടുള്ള മുരളികൾ. അതിനുശേഷം സൺഡേ നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെയുള്ള മുരളി അവ്യക്ത മുരളികൾ. ഇതും
അല്ലെ 69 മുതൽ ദാദിജി ഉണ്ടായിരുന്നത് വരയ്ക്കും നമുക്ക് ഗുൽസാർ ദാദിയിലൂടെ ബാബ അവ്യക്ത പാർട്ട് നടത്തി. അപ്പൊ ബാബ പറയണേ ഇനി എത്ര കാലം ഈ അവ്യക്ത പാർട്ട്, അന്നേ പറയാ ബാബ, ഇത് 2000-ലെ മുരളിയാണല്ലോ, അപ്പോൾ സമയം അടുത്ത് വന്നത് കൊണ്ടായിരിക്കണം ബാബ, ഇനി എത്ര കാലം ഈ പാർട്ടുണ്ടാവും? ഡ്രാമയനുസരിച്ച് സാകാര പാർട്ടും അവ്യക്ത പാർട്ടും നടന്നു. ഇനി ബാബ എന്തെങ്കിലും കണ്ടീഷൻ വ്യവസ്ഥ വെക്കേണ്ടി വരുമോ ഇല്ലയോ? ഒരു കണ്ടീഷൻ ഇടണ്ടേ ചോദിക്കുക ബാബ. എത്ര കാലം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ? ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുക, മുരളി, യജ്ഞം, സേവ. ബാബ ഈ ബ്രാഹ്മണ ജീവിതവും എത്ര കാലം എന്ന് ചോദിക്കണം ബാബ. എന്തെങ്കിലും കണ്ടീഷൻ വെക്കണ്ടേ? എന്താ താങ്കളുടെ അഭിപ്രായം? ഇതുപോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമോ ഡ്രാമ? ബാബ പറയണേ എന്തുകൊണ്ടെന്നാൽ കുട്ടികളിൽ ചിലർ ബാബയോട് ഇനി എന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചിരുന്നു. ബാബ് ദാദയുടെ ആത്മീയ സംഭാഷണത്തിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ടായിരുന്നു. ഡ്രാമ ഇതുവരെ സംഗമയുഗത്തിലും ബാബയുടെയും മക്കളുടെയും ഈ പാർട്ടും ഇതുവരെ, അവ്യക്ത പാർട്ട് ശിവബാബ അവ്യക്തത്തിൽ വരുന്ന പാർട്ടും ഇതുവരെ, അതിൻ്റെ എന്തെങ്കിലും തീയതി ഉണ്ടോ? അപ്പോൾ ബാബയുടെ മുന്നിൽ ഡെറാഡൂണിലെ പ്രേം ദീദി ഉണ്ടായിരുന്നു. അപ്പോൾ ബാബ ചോദിച്ചു, പറയാൻ കഴിയുമോ ഇതുവരെ? 6 മാസം ബാബ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ബാബയുടെ സീസൺ ഒക്ടോബർ മുതൽ മാർച്ച് വരെ നടക്കും. അതിനെയാണ് ബാബ മിലന സീസൺ എന്ന് പറയുക. അതിനുശേഷം അടുത്ത 6 മാസം പബ്ലിക് പ്രോഗ്രാംസ്, യോഗ പെട്ടികൾ, ഇതൊക്കെയാണ് മധുബനിൽ നടക്കുക. 6 മാസത്തേക്കുള്ള ഹോംവർക്ക് തന്നിട്ട് ബാബ പോകും. അപ്പം ബാബ പറഞ്ഞു, നോക്കൂ 6 മാസത്തിന് ശേഷമാണല്ലോ ഇനി ബാബ മിലൻ പ്രോഗ്രാംസ് ആരംഭിക്കുക. നമുക്കിപ്പോൾ ഇനി നെക്സ്റ്റ് ബാബ മിലൻ ഒക്ടോബർ മുതലല്ലേ? നമുക്ക് നവംബർ 15-നും ഫെബ്രുവരി 25-ന് 2 ഗ്രൂപ്പ് നമുക്ക് തമിഴ്നാട് സോണിന് ബാബ മിലനത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോകാനുള്ളവർ തയ്യാറെടുക്കണം. അല്ലെ, നവംബർ 15-ന്റെ ഗ്രൂപ്പിൽ നമ്മൾ ഡൽഹി ORCയിലും പോകാനുള്ള പ്ലാനാണ്. അപ്പം അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും അവരവരുടെ പോകാനുള്ള പ്ലാൻ, ആർക്കൊക്കെ പോകണമെന്നുണ്ടോ എത്രയും വേഗം ഒരാഴ്ചക്കുള്ളിൽ പ്ലാൻ ഇടൂ, സെൻറ്ററിൽ അറിയിക്കൂ. അപ്പം ബാബ എന്താ പറഞ്ഞേ, നിങ്ങൾ കുട്ടികൾ സീസൺ, ബാബയുടെ സീസൺ 6 മാസമാണ്. അപ്പോൾ ബാബ് ദാദ റിസൾട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ് മക്കളിൽ. എന്താ റിസൾട്ട്? ഒരു ഹോംവർക്ക് തന്നല്ലോ മുരളി ആരംഭിച്ചപ്പോഴേ. ശുദ്ധമായ ഹൃദയം, ശുദ്ധമായ ഹൃദയം. ഹൃദയത്തിൽ ഒരു പഴയ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അഭിമാനബോധം, അപമാനബോധത്തിൻ്റെ ഒരു കറയും ഉണ്ടാക്കരുത്. അപ്പോഴേ ശുദ്ധ ഹൃദയം എന്ന് പറയും. എന്തൊക്കെയാണ്? പഴയ സംസ്കാരത്തിൻ്റെ കറ, അല്ലെ, അപമാനബോധം, അഭിമാനബോധം, 2 എണ്ണം ഉണ്ടല്ലോ. ദുരഭിമാനം, പിന്നെ അപമാനം, എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന ബോധം. ഇതിൻ്റെ ഒന്നും ഒരു കറ പോലും ഇല്ലാത്ത അവസ്ഥ, ഉള്ളിൽ പോലും ഈ ഫീലിങ്സ് ഇല്ല. അപ്പം എന്ത് പറയാം? ശുദ്ധ ഹൃദയം. ബാബ് ദാദയുടെ അടുക്കൽ കുട്ടികളുടെ ഹൃദയത്തിൻ്റെ ചിത്രമെടുക്കാനുള്ള ക്യാമറ ഉണ്ട് പറയാ ബാബ. ഇവിടെ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ ശരീരത്തിലെ ഹൃദയം കാണപ്പെടുമല്ലോ പറയണം ബാബ. അതേപോലെ ഭഗവാന്റെ അടുത്ത് നമ്മൾ മക്കളുടെ എല്ലാം ഹൃദയം, ഏത് ഹൃദയമാണ്? ആത്മാവിനെ കുറിച്ച് പറയണം ബാബ. ആത്മാവിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ അവസ്ഥ പറയണം ബാബ. മനസ്സ്, ബുദ്ധി, സംസ്കാരം, ഉള്ള് എങ്ങനെയാണ്? അതിൻ്റെ ചിത്രം ബാബയ്ക്ക് വളരെ സ്പഷ്ടമായി കാണപ്പെടും. പലതരത്തിലുള്ള ചെറുതും വലുതുമായ കറകൾ. ചിത്രം എന്താ കണ്ടത് ബാബ? നമ്മുടെയൊക്കെ ഉള്ളില് ചെറുതും വലുതുമായ കറകൾ, ചിലത് മങ്ങിയ രൂപത്തിൽ, ചിലത് സ്പഷ്ട രൂപത്തിൽ കാണപ്പെട്ടു. അപ്പോൾ ബാബയുടെ ഈ മുരളി നടക്കുമ്പോൾ അത് ഹോളി ആഘോഷത്തിൻ്റെ ടൈമാണ്. നോർത്തിൽ ഹോളി ആഘോഷവും വളരെയധികം പ്രസിദ്ധമാണല്ലോ. അപ്പം ബാബ പറഞ്ഞു, സീസണിൻ്റെ ലാസ്റ്റ് മുരളി, ഇത് ലാസ്റ്റ് മുരളി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഹോംവർക്കും തന്നു. ഹോളി ആഘോഷ സമയത്ത് ഹോളിയുടെ സന്ദേശത്തിൽ ബാബ എപ്പോഴും പറയും ഹോലി. ആ വാക്കിൻ്റെ അർത്ഥം ഹിന്ദിയിൽ ഹോലി എന്നാണ് എഴുതുക. ഹോലി പറഞ്ഞാൽ കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടൂ എന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഹൃദയത്തിൽ
ഇനി ചെറുതും വലുതുമായ ഒരു കറിയും മക്കളുടെ ഉള്ളിൽ ഉണ്ടാക്കരുത്. എന്താ ഹോംവർക്ക്? ഉള്ളിൻ്റെ ക്ലീനിങ്, ശുദ്ധീകരണം അല്ലേ? പണ്ടൊക്കെ ബാബ തരുന്ന ഹോംവർക്ക് ഇപ്പം തരുന്നതും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ഇപ്പം ചിത്തം, വൃത്തി, ദൃഷ്ടി അല്ലേ? ഇതൊക്കെ ഉള്ളിൽ വൃത്തി, വായുമണ്ഡലം, ഇതിൻ്റെ ഹോംവർക്ക് സൂക്ഷ്മതലത്തിൽ നമ്മളെ കൊണ്ടുപോവാണ് ബാബ. അപ്പം തന്നെ നമ്മൾ ആലോചിക്കണം, ബാബയുടെ ഈ മുരളികൾ കേൾക്കുമ്പോൾ സമയം അതിൻ്റെ സമീപത്തേക്ക് വരുന്നത് കൊണ്ടാണ്, നമുക്കുള്ള മടക്കയാത്രയുടെ സമയം അടുത്തടുത്ത് വരുന്നത് കൊണ്ടാണ് ബാബ സൂക്ഷ്മതലത്തിൽ ഹോംവർക്ക് ചെയ്യാൻ പറയുന്നത്. ഹൃദയത്തിൽ യാതൊരു ചെറുതും വലുതുമായ കറയുണ്ടാകരുത്. തീർത്തും ശുദ്ധമായ ഹൃദയം, സർവപ്രാപ്തി സമ്പന്നം. ബാബ ആദ്യമേ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ബാബ പറയുന്ന സ്നേഹമായത് കാരണം. ബാബൻ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഈശ്വരന് മക്കളോടെല്ലാം സ്നേഹമുള്ളത് കൊണ്ട് കുട്ടികളുടെ ഒരു കാര്യം ബാബയ്ക്ക് ഇഷ്ടമല്ല. ഏത് കാര്യം? പലപ്പോഴും ബാബ മുരളിയിൽ പറയാറില്ലേ, കുട്ടികൾ കഷ്ടപ്പെടുന്നത് ബാബയ്ക്ക് ഇഷ്ടമല്ല. കഷ്ടപ്പെടുന്നത് ബാബയ്ക്ക് ഇഷ്ടമല്ല. ഹൃദയം ശുദ്ധമാണെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരില്ല. നോട്ട് ചെയ്തു? ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരില്ല. ഹൃദയേശ്വരൻ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കും. താങ്കൾ ഹൃദയേശ്വരൻ്റെ ഹൃദയത്തിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ബാബയും ബാബയുടെ ഹൃദയത്തിൽ ഞാനും. അപ്പോൾ ഏത് തരത്തിലുള്ള മായ തൻ്റെ സൂക്ഷ്മ രൂപത്തിൽ വന്നാലും, റോയൽ രൂപത്തിൽ വന്നാലും, വലിയ രൂപത്തിൽ വന്നാലും, ചെറിയ രൂപത്തിൽ വന്നാലും മായയ്ക്ക് താങ്കളുടെ ഉള്ളിൽ കടക്കാൻ കഴിയില്ല. ആരുടെ ഉള്ളിൽ? ഹൃദയം ശുദ്ധമാണെങ്കിൽ, ഹൃദയത്തിൽ ഹൃദയേശ്വരനുണ്ടെങ്കിൽ സ്വപ്നത്തിൽ പോലും സങ്കല്പത്തിൽ പോലും മായയ്ക്ക് വരാൻ കഴിയില്ല. അപ്പൊ ബാബ പറയണേ, ഇനി കുട്ടികൾ കഷ്ടപ്പാടിൽ നിന്ന് മുക്തരാകുമല്ലോ. മനസ്സുകൊണ്ട് പോലും മക്കള് കഷ്ടപ്പെടുന്നത് കാണാൻ ബാബയ്ക്ക് ഇഷ്ടമല്ല. കഷ്ടപ്പാടിൽ നിന്ന് മുക്തരായി ജീവിക്കുന്നതാണ് ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം. കഷ്ടപ്പെടാതെ ഇഷ്ടത്തോടെ അല്ല, സഹജമായി കാര്യങ്ങൾ നടക്കുക. ബാബൻ ഇതാണ് ജീവൻ മുക്ത സ്ഥിതി. ഹോളി ആഘോഷമർത്ഥം കഷ്ടപ്പാടിൽ നിന്ന്, പരിശ്രമങ്ങളിൽ നിന്ന് മുക്തി. പരിശ്രമം, കഷ്ടപ്പാടിൽ നിന്ന് മുക്തി, മുക്തമായ ജീവിതത്തിൻ്റെ അനുഭൂതി, ലിബറേഷൻ. ഒരു കെട്ടുമില്ല, സർവസ്വതന്ത്രമായ അവസ്ഥ അനുഭവിക്കാൻ കഴിയുക. അപ്പോൾ ബാബ മനസ്സശക്തിയിലൂടെ സേവനങ്ങളെ ശക്തിശാലിയാക്കാൻ ആഗ്രഹിക്കുന്നു. വാക്കുകളിലൂടെയുള്ള സേവനം, വാചാ സേവനം മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും. എന്നാൽ ഇതിന് സമയമെടുക്കും. സമയം കുറച്ചേ ഉള്ളൂ. സേവനം വളരെയേറെ ചെയ്യാനുണ്ട്. റിസൾട്ട് ബാബ മക്കൾക്കെല്ലാം കേൾപ്പിച്ചുവല്ലോ. ഇപ്പോൾ വരയ്ക്കും 108 മാല തയ്യാറായിട്ടില്ല. പിന്നെ 16,000, 9 ലക്ഷം ബാബന് എത്ര ദൂരെ കിടക്കുക ബാക്കി. അതുകൊണ്ട് ഫാസ്റ്റായ രീതി ഇനി പോകണം. ആദ്യം തൻ്റെ മനസ്സ് ശ്രേഷ്ഠവും ശുദ്ധവുമാക്കും. ഫാസ്റ്റ് ചേഞ്ച് എപ്പോഴേ ഉണ്ടാകൂ? എല്ലാവരും അവരവരുടെ ഉള്ളിനെ ശുദ്ധവും ശ്രേഷ്ഠവുമാക്കൂ. ഒരു സെക്കൻഡ് പോലും വ്യർത്ഥമായി പോകരുത്. ഇപ്പോൾ വരയ്ക്കും ഭൂരിപക്ഷം കുട്ടികളുടെയും ഉള്ളിൽ പാഴ്സങ്കല്പം, വ്യർത്ഥ സങ്കല്പങ്ങളുടെ ശതമാനമുണ്ട്. അശുദ്ധിയില്ല, പക്ഷെ വ്യർത്ഥമുണ്ട്. അതിനാൽ മനസാ സേവനം വേഗത്തിൽ നടക്കുന്നില്ല. മനസാ സേവ, സങ്കല്പം നമ്മൾ മനസ്സുകൊണ്ട് വെച്ചാലും ബാബ പറയുന്നത് അതിന് റിസൾട്ട് ഉണ്ടാവണ്ടേ? അതിനാദ്യം നമ്മുടെ മനസ്സ് ക്ലിയർ ആവണമെന്ന് പറയാം ബാബ. കറയില്ലാത്തതാകണം. എന്നാലേ മനസ്സിൽ നിന്നുള്ള ശുഭസങ്കല്പങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലെത്തുള്ളൂ. മനസ്സിനെ വ്യർത്ഥത്തിൽ നിന്ന് ഹോളി, പവിത്രമാക്കൂ. അപ്പൊ ബാബ പറയുന്ന ഹോളി ആഘോഷിച്ചു, ആഘോഷിക്കുക അർത്ഥം ആയിത്തീരുക. സാധാരണ ആൾക്കാർ ഹോളി ആഘോഷിക്കാൻ നിറങ്ങൾ ചാർത്തും. എന്നാൽ ബാബ് അതെല്ലാ കുട്ടികൾക്കും ബാബ പറയണേ, ബാബ എങ്ങനെയാണ് ആഘോഷിക്കാൻ പറയണേ? എന്ത് നിറമാണ് ചാർത്തേണ്ടത്? ദിവ്യ ഗുണങ്ങൾ, ദിവ്യശക്തി, ദിവ്യജ്ഞാനം.
ഇതിൻ്റെ ബാബ പറയണേ ശക്തികളുടെ, ഗുണങ്ങളുടെ, ജ്ഞാനത്തിൻ്റെ റോസാ പുഷ്പങ്ങളുടെ നിറമാണ് പതിപ്പിക്കേണ്ടത്. ജ്ഞാനത്തിൻ്റെ നിറം, ഗുണങ്ങളുടെ നിറം, ശക്തികളുടെ നിറം വേണം ബാബ പറഞ്ഞ പീച്ചാങ്കുഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പതിപ്പിക്കേണ്ടതെന്ന് പറയാം ബാബ. ബാബയിൽ നിന്ന് ഈ നിറം എടുത്ത് സ്വയം ഗുണവാന്മാർ, ശക്തിശാലികൾ, വിവേകശാലികളായി നമ്മളിലൂടെ ഈ നിറം മറ്റുള്ളവരിലും പതിപ്പിക്കൂ. ഇന്ന് വചനത്തിൽ മറ്റൊരു സംഭാഷണവും ഉണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞു. ആത്മീയ സംഭാഷണത്തിൽ രണ്ടാമത്തത് ബാബ പറയണേ, രണ്ടാമത്തെ വിഷയം പറയാണ് ബാബ. അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി യജ്ഞത്തിൽ മുതിർന്ന ധാരാളം സേവാധാരികള്, മഹാരഥി ആത്മാക്കള് ശരീരം വിട്ട് പോയിട്ടുണ്ടല്ലോ. അവർക്കും ഇന്ന് വചനത്തിൽ ഹോളി ആഘോഷമായിരുന്നു. അപ്പൊ ബാബ പറയണേ, വിശേഷ അവസരങ്ങളിലെല്ലാം അവര് സൂക്ഷ്മവചനത്തിൽ ബാബയുടെ അടുത്ത് എത്തും. ദാദിമാര്, ആദിയിലുണ്ടായിരുന്ന ദാദിമാര്, കൂട്ടുകാരെ, പാണ്ഡവരെ ഓർമ്മ വരാറുണ്ടല്ലോ. ബാബ പറയണേ, വചനത്തിൽ സാക്കാരത്തിൽ ഇവിടെ ഒപ്പം ബാബയുടെ ഒപ്പം സ്ഥാപനയിൽ കൂട്ടുകാരായിരുന്ന സഹോദരി സഹോദരന്മാര്, ബാബ പറയണ വിശേഷ അവസരങ്ങളിൽ അവരെ ബാബ അവ്യക്ത വചനത്തിൽ എമർജ് ചെയ്യും. അതിനെക്കുറിച്ച് പറയണം ബാബ. അവരെയാണ് അഡ്വാൻസ് പാർട്ടി എന്ന് പറയുന്നത്. പേരെടുത്ത് പറഞ്ഞാൽ ധാരാളം പേരുണ്ട്. അപ്പൊ ബാബ പറയുന്ന അവരെല്ലാവരും ഹോളി ആഘോഷത്തിന് വചനത്തിലെത്തി. എല്ലാവരും അവരവരുടെ പുരുഷാർത്ഥത്തിന്റെ പ്രാലബ്ധമനുസരിച്ച് ശരീരം വിട്ടുപോയ ഈ അതിരത്നങ്ങളെല്ലാം എവിടെയെന്ന് പറയണം ബാബ. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? അവർ ചെയ്ത പുരുഷാർത്ഥത്തിന്റെ റിട്ടേൺ അനുസരിച്ച് വിഭിന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാർട്ട് അഡ്വാൻസ് പാർട്ടി എന്നാണ് അവരെ പറയുക. അവരുടെ പാർട്ട് അഡ്വാൻസായി പോയിരിക്കുകയാണ് സത്യുഗ നിർമ്മാണത്തിൻ്റെ അഡ്വാൻസ് കാര്യങ്ങൾക്ക്. അവരുടെ പാർട്ടും ഗുപ്തമാണ്. താങ്കൾ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലോ, ചോദിക്കുക ബാബ, ഇവരിപ്പോൾ എവിടെയായിരിക്കും സേവനം ചെയ്യുന്നത്, പാർട്ട് അഭിനയിക്കുന്നത്? ബാബ പറയുന്നേ, അവര് നിങ്ങളെ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഹ്വാനം ചെയ്യാണ്. നിങ്ങൾ വേഗം പൂർണ്ണതയിലെത്തി, ബാബയുടെ അടുത്ത് കിട്ടിയ ഈ ദിവ്യ ജന്മത്തിലൂടെ വേഗം സമ്പൂർണതയിലെത്തി പുതിയ സൃഷ്ടിയിലേക്ക്, സ്വർഗത്തിലേക്ക് വേഗം വരൂ എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് എവിടെ പാർട്ട് അഭിനയിക്കുന്നു അവര് വളരെ സന്തുഷ്ടാത്മാക്കളാണ്. പക്ഷേ അവർക്ക് സംഗമയുഗത്തിന്റെ സ്മൃതി ഉണ്ടാവില്ല, പൂർവജന്മത്തിന്റെ സ്മൃതിയില്ല. ദിവ്യതയുണ്ട് ജീവിതത്തിൽ, പവിത്രതയുമുണ്ട്, ഈശ്വരീയ ലഹരിയുമുണ്ട്. എന്നാൽ ജ്ഞാനം പ്രത്യക്ഷമല്ല, നിർമോഹികളാണ്. ജ്ഞാനം പ്രത്യക്ഷ രൂപത്തിലുണ്ടെങ്കിൽ ബാബ പറയുന്നവരെല്ലാം ഓടി മധുവനിലെത്തിയിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അവരുടെ പാർട്ട് തികച്ചും വേറിട്ടതാണ്. ജ്ഞാനത്തിൻ്റെ ശക്തിയുണ്ട്, ശക്തിയുടെ കുറവില്ല. നിരന്തരം മര്യാദാപൂർവമായ ഗൃഹാന്തരീക്ഷത്തിലാണ് അവർ ജീവിക്കുന്നത്. പാപ്പന് അവരെവിടെയാണെങ്കിലും അവരുടെ ജീവിതം മര്യാദാപൂർവമാണ്. മാതാപിതാക്കളും സന്തുഷ്ടരാണ്. സ്ഥൂലമായ സാധനങ്ങളും അവർക്കെല്ലാം പ്രാപ്തമാണ്. മര്യാദയിൽ വളരെ ഉറച്ചവരായിട്ടാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ വിശേഷാത്മാക്കൾ ആണ്. ബാബ പറയുന്നത് അവർ വിശേഷാത്മാക്കളായി അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ പൂർവ്വജന്മത്തിൽ ഞങ്ങൾ വിശേഷാത്മാക്കളായിരുന്നു, ഇനി അടുത്ത ജന്മവും ഞങ്ങളുടെ ശ്രേഷ്ഠമായിരിക്കും. രൂപവും എല്ലാവരുടെയും ഭൂരിപക്ഷവും ബാബ പറയണേ പുറമേ കണ്ടാലും വളരെ റോയലാണ് പറയാ ബാബ. രാജകീയമായ രൂപമാണ്, തൃപ്താത്മാക്കളാണ്, നിറഞ്ഞ ആത്മാക്കളാണ്, ഹർഷിത മുഖികളാണ്, ദിവ്യഗുണസമ്പന്നരായിട്ടാണ്. പുറമേ അവരുടെ രൂപം കാണപ്പെട്ടാലും ബാബ പറയണേ വളരെ റോയലായ ഗുണസമ്പന്നമായ രൂപമാണ്. അത്രയും റോയൽറ്റിയുള്ള സ്വരൂപത്തിലാണ് ബാബ പറയുന്നത്. ശാരീരിക രൂപവും വളരെ റോയലാണ്. കാരണം ബാബ പറയുന്നത് അത് അവർക്ക് അവരുടെ പുരുഷാർത്ഥത്തിൻ്റെ റിസൾട്ടാണ് പറയുന്നത് ബാബ. പക്ഷേ ബാബ പറയുന്നത് ഇതെല്ലാം ബാബ അഡ്വാൻസ് പാർട്ടിയിൽ പോയ ആത്മാക്കളുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഇനി വീണ്ടും ബാബ പറയണേ, അപ്പോൾ വചനത്തിൽ എന്താ നടന്നതെന്നറിയൂ? ഇവരെല്ലാവരും ഹോളി ആഘോഷത്തിന് വരികയായിരുന്നു. ഹോളിക്ക് പല നിറങ്ങൾ
ചാലിച്ച് തളികകൾ വയ്ക്കാറുണ്ടല്ലോ, വദനത്തിലും അതേപോലെ ചാലിച്ച നിറങ്ങൾ ഉണ്ടാകുമല്ലോ. സൂക്ഷ്മമായി തിളങ്ങുന്ന രത്നങ്ങളായിരുന്നു അതെല്ലാം. ബാബനിവിടെ നിറങ്ങൾ ചാലിച്ച് വെക്കുകയല്ല ചെയ്തത്, വദനത്തിൽ രത്നങ്ങൾ, വിഭിന്ന നിറങ്ങളിലുള്ള രത്നങ്ങളുടെ പൊടിയായിരുന്നു അവിടെ എന്ന് പറയണം ബാബ. പക്ഷെ ഒന്നും വെയിറ്റുള്ളതായിരുന്നില്ല. നിറം കൈകൊണ്ട് വാരിയെടുക്കുമ്പോൾ നിറക്കൂട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഹോളിക്കൊക്കെ വാരി എറിയണ ആ നിറങ്ങളുടെ കൂട്ട് കൈകൊണ്ടെടുത്ത വെയിറ്റ്ലെസ് അല്ലേ? അതേപോലെ രത്നങ്ങളും വളരെ ഭാരരഹിതമായി വിഭിന്ന നിറങ്ങളിലുള്ള രത്നങ്ങൾ തളികകളിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വിഭിന്ന നിറങ്ങളിലുള്ള രത്നങ്ങളുടെ തളികകൾ ഉണ്ടായിരുന്നു. എല്ലാവരും വദനത്തിലെത്തുമ്പോൾ അവരുടെ രൂപം എന്തായിരുന്നു എന്ന് ചോദിക്കാം ബാബ. അറിയാമോ? ഇപ്പോൾ അവർ ജനിച്ച സമയത്തെ രൂപമല്ല ബാബന്, എല്ലാവരുടെയും രൂപം ലൈറ്റിൻ്റെ സൂക്ഷ്മ രൂപമായിരുന്നു. പ്രകാശത്തിൽ പ്രകാശമയ ശരീരം, അതിൽ തിളങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ബാബ എല്ലാവരെയും തൻ്റെ ഏത് പ്രകാശരൂപം, സംഗമയുഗത്തിലെ അവരുടെ സൂക്ഷ്മ പ്രകാശരൂപത്തിൽ ബാബ അവരെ പ്രത്യക്ഷമാക്കി. സംഗമയുഗി ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടതും വന്നത് അവരവരുടെ സൂക്ഷ്മ രൂപത്തിലാണ് വന്നതും. ബാബ അവരെയെല്ലാം അവരുടെ പൂർവജന്മത്തെ സംഗംയുഗി ജീവിതത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ സംഗംയുഗി രൂപം കണ്ടതും പരസ്പരം അവർക്ക് വളരെയധികം സന്തോഷമായി. സംഗമ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. സംഗമയുഗത്തിലെ കാര്യങ്ങൾ പരസ്പരം പറയുമ്പോൾ എത്ര സന്തോഷം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. പറയാ ബാബ സന്തോഷത്തോടെ എല്ലാവരും ബാബയോടൊപ്പം ജീവിച്ച കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിച്ചു. ബാബയും അപ്പോൾ കുട്ടികളുടെ സന്തോഷം കാണുകയായിരുന്നു. അപ്പൊ ബാബ വിചാരിച്ചു, ഇവർ ആനന്ദത്തോടെ മിലനം നടത്തട്ടെ. എല്ലാവരും അവരവരുടെ ജീവിതത്തിൻ്റെ സ്റ്റോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയായിരുന്നു. ബാബ ഇത്രയും സ്നേഹം തന്നിരുന്നു, ബാബ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു, ഇങ്ങനെ പാഠം പഠിപ്പിച്ചു, ഇങ്ങനെ ബാബ 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 എന്ന് കുട്ടികൾ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം എന്താ സംഭവിച്ചതെന്നറിയൂ? എല്ലാവരുടെയും സംസ്കാരം, ബാബ പറയണേ, ദാദിമാരല്ലേ, മഹാരഥികളുടെ സംസ്കാരം നിങ്ങൾക്കറിയാമല്ലോ. അതിൽ ഏറ്റവും വളരെയധികം ആനന്ദകരമായൊരു ഗ്രൂപ്പ്, എപ്പോഴും രമണീകമായ ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഗ്രൂപ്പ് ദീദിയും ചന്ദ്രമണി ദാദിയുടേതുമായിരുന്നു. അപ്പോൾ ദീദി, മൻമോഹിനി ദീദി ആദ്യം എഴുന്നേറ്റു, ചന്ദ്രമണി ദാദിജിയുടെ കയ്യിൽ പിടിച്ചു, എന്നിട്ട് രാസലീല ആരംഭിച്ചു. അങ്ങനെ ദീദി ലഹരിയിൽ മുങ്ങി ആനന്ദ നൃത്തമാടി, നടുവിൽ അമ്മയെ നിർത്തി. എന്നിട്ടെല്ലാവരും വൃത്തത്തിൽ കണ്ണുകളെല്ലാം അടഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ ഈശ്വരീയ ആനന്ദ ലഹരിയിൽ രാസലീല നടത്തി. ഈ ദൃശ്യം കണ്ട് ബാബയും പുഞ്ചിരിക്കുകയായിരുന്നു. ഹോളി ആഘോഷിക്കാൻ വന്ന് ഡാൻസും ചെയ്യല്ല, രാസലീലയും കുട്ടികൾ ചെയ്യാണ്. കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും ബാപ്ദാദയുടെ കൈകളിലേക്ക് വന്നു. വളരെയധികം ഭഗവത് സ്നേഹത്തിൽ അലിഞ്ഞ രൂപമായിരുന്നു എല്ലാവരുടെയും. ബാപ്ദാദ മക്കൾക്കെല്ലാം, എല്ലാ കുട്ടികളിലും ബാബ വിഭിന്ന നിറങ്ങളിലുള്ള രത്നങ്ങൾ പൊടി പോലെ വളരെ സൂക്ഷ്മമായിരുന്നു. അത് ബാബ കുട്ടികളിലെല്ലാം നിറം ചാർത്തുന്നത് പോലെ നൽകി. വളരെയധികം തിളക്കമായിരുന്നു. അപ്പോൾ രത്നങ്ങളല്ലേ, അത് കുട്ടികളുടെ മേലെ പതിഞ്ഞതും ബാപ്പന കുട്ടികളെല്ലാം വളരെയധികം തിളക്കമുള്ളവരായി കാണപ്പെട്ടു. തിളങ്ങുന്ന ശരീരം, ബാബ ദൃശ്യം കാണാൻ പറയാ, കുട്ടികളുടെ ശരീരം തിളങ്ങുന്നത്, അതിൻ്റെ മേലെ ബാബ സൂക്ഷ്മ രത്നങ്ങളുടെ തിളക്കമുള്ള രത്നങ്ങൾ ചാർത്തി. അപ്പോൾ വീണ്ടും ഒന്നും കൂടി അലങ്കരിക്കപ്പെട്ടതുപോലെ ചുവപ്പ്, മഞ്ഞ, പച്ച, ഈ 7 ബാബ പറയണ 7 നിറങ്ങളും, മഴവില്ലിലെ 7 നിറങ്ങളും ബാബ പറയണ കാണപ്പെട്ടു. വളരെയധികം തിളക്കമുള്ള വസ്ത്രം ബാബ പറയണേ വളരെയധികം തിളക്കത്തിൽ കാണപ്പെട്ടു. എല്ലാവരും ആനന്ദത്തിലായിരുന്നു. എന്നിട്ട് പരസ്പരം നിറം ചാർത്താൻ തുടങ്ങി. കാരണം ബാബ പറഞ്ഞ അതിലെ പല സഹോദരിമാരും വളരെയധികം രസികരായിരുന്നു, ആനന്ദ നൃത്തം ആടുന്നവരായിരുന്നു.
അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിറം ചാർത്താൻ തുടങ്ങി. അങ്ങനെ ആനന്ദത്തിൻ്റെ ആഘോഷമായിരുന്നു പറയണ ബാബ വദനത്തിലെ. എല്ലാവർക്കും ബാബയ്ക്ക് സമർപ്പിച്ച ഭോഗം കഴിപ്പിച്ചു. അപ്പം ബാബ പറഞ്ഞു, ബാബ്ദാദ മധുബൻ്റെ സംഗം യുഗത്തിൻ്റെ ഭോഗ്. അപ്പം ഇന്ന് നമുക്കും ഭോഗ് മമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയല്ലേ. നാളെ മമ്മയുടെ ദിവസമാണെങ്കിലും ഇന്ന് ഭോഗ് സമർപ്പിക്കുകയാണ്. വിശേഷിച്ച് ഹോളി ആയതുകൊണ്ട് ഹോളിയുടെ ഭോഗ്, ഹോളിക്ക് എവിടെയെല്ലാം ജിലേബിയാണ് സ്പെഷ്യൽ ഭോഗ്. അപ്പം ബാബ പറയാണ്, ബാക്കി താങ്കൾ റോസാ പുഷ്പങ്ങൾ, ബാബ പറയുന്ന റോസാ പുഷ്പങ്ങളും വറുത്തെടുക്കാറുണ്ട് അവർ. അതും ഒരു ഐറ്റം ഉണ്ട്. വെറൈറ്റി സംഘം യുഗത്തിൽ തന്നെ ബാബ പറയുന്ന എന്തെല്ലാം തരത്തിലുള്ള പ്രഭു പ്രസാദം കുട്ടികൾ ബാബയ്ക്ക് സമർപ്പിക്കുന്നു, കുട്ടികൾക്കും ബാബ നൽകുന്നു. അങ്ങനെ വളരെ വലിയ ആഘോഷം നടത്തി, നൃത്തമാടി, പാട്ടുപാടി, പ്രസാദവും കഴിച്ച് അവസാനം ബാബ, എൻ്റെ ബാബ മധുരമായ ബാബ, ആഹാ ബാബ, ഈ പാട്ട് കുട്ടികളെല്ലാം പാടിക്കൊണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ നേർന്നു. അതിനുശേഷം വിട പറയലും നടന്നു. അപ്പോൾ ബാബ ചോദിച്ചു, താങ്കളും അവരുടെ കൂടെ ആഘോഷിച്ചു, അതോ ദാദിമാർ മാത്രമാണോ ആഘോഷിച്ചത്? അപ്പം ബാബ പറഞ്ഞേ, അതിനാൽ ഇപ്പോൾ ആദ്യം മലാഖയായി പ്രകാശ സൂക്ഷ്മ ശരീരധാരിയായി മാറും. ആർക്കേ ആഘോഷിക്കാനാകുള്ളൂ? ഈ സ്ഥൂല ശരീരത്തിൻ്റെ ബോധത്തിൽ സന്തോഷം ഉണ്ടാവില്ലേ പറയാ ബാബ. അവരവരവരവരുടെ സൂക്ഷ്മ പ്രകാശമയമായ ശരീരത്തിലാണ് ഇരിക്കുന്നതെന്നുള്ള ഓർമ്മ കൊണ്ടുവരൂ പറയണം ബാബ. കൊണ്ടുവരാനാകുമോ? അതോ ഇല്ലയോ? വലുതാണോ ശരീരം, സൂക്ഷ്മ ശരീരം? അല്ല, സെക്കൻഡിൽ തിളങ്ങുന്ന ഡബിൾ ലൈറ്റ് രൂപമാകും. ആത്മാവും ലൈറ്റ്, ശരീരം മുഴുവൻ ആത്മീയ ഊർജത്തിൻ്റെ പ്രകാശം, തികച്ചും മാലാഖരൂപം. എല്ലാവരോടും ബാബ പറഞ്ഞു, അവരവരുടെ ഡബിൾ ലൈറ്റ് മാലാഖ സ്വരൂപത്തിലിരിക്കാൻ പറഞ്ഞു. ബാബ സ്വയം ഡ്രില്ല് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ബാബ പറഞ്ഞു, ഫീൽ ചെയ്യാൻ എൻ്റെ മേൽ വിഭിന്ന നിറത്തിലുള്ള തിളങ്ങുന്ന രത്നങ്ങൾ, സൂക്ഷ്മ ശരീരത്തിൽ തന്നെ തിളങ്ങുന്ന രത്നങ്ങളുടെ തിളക്കം ഫീൽ ചെയ്യാൻ പറഞ്ഞു ബാബ. ഇതെന്താ തിളക്കം? ദിവ്യഗുണങ്ങളുടെ, ദിവ്യശക്തികളുടെ, ജ്ഞാനത്തിൻ്റെ നിറം ചാർത്തിയിരിക്കും. ഗുണങ്ങൾ, ശക്തികൾ, ജ്ഞാനം, വിവേകത്തിൻ്റെ നിറമുള്ളവരായിരിക്കും. ഏറ്റവും വലിയ നിറം ബാബ്ദാദയുടെ സംഘത്തിൻ്റെ നിറത്തിൽ സദാ നിറമണിഞ്ഞിരിക്കും. ഈശ്വരൻ്റെ നിറം എന്താണോ അത് തന്നെ കുട്ടികളുടെ നിറമായിരിക്കണം എന്ന് പറയണം ബാബ. ഈ നിറം അമർഭവ, മായാത്ത നിറമായിരിക്കണം. ദേശവിദേശത്തെ മാലാഖ സ്വരൂപരായ മക്കൾക്ക് സദാ ശുദ്ധ ഹൃദയമുള്ള പ്രാപ്തിസമ്പന്നരായ കുട്ടികൾക്ക് സത്യമായ ഹോളി ആഘോഷിക്കുന്ന, അതായത് അർത്ഥസഹിതം പ്രത്യക്ഷ രൂപത്തിൽ ചിത്രത്തെ കൊണ്ടുവരുന്ന കുട്ടികൾക്ക്, സദാ സേവനത്തിൻ്റെയും വിനയത്തിൻ്റെയും സന്തുലനം പാലിക്കുന്ന മക്കൾക്ക്, സദാ ആശീർവാദങ്ങളുടെ പുണ്യത്തിൻ്റെ ശേഖരണമുണ്ടാക്കുന്ന കുട്ടികൾക്ക് വളരെ വളരെ കോടിമടങ്ങ് സ്നേഹസ്മരണകളും നമസ്കാരവും. ബാബ്ദാദയ്ക്കും കോടിമടങ്ങ് സ്നേഹസ്മരണകളും നമസ്കാരവും. വരദാനം: മധുരതയിലൂടെ ബാബയുടെ സമീപതയുടെ സാക്ഷാത്കാരം ചെയ്യിക്കുന്ന മഹാൻ ആത്മാവായി ഭവിക്കട്ടെ. എന്താ പറഞ്ഞ ബാബ? മധുരതയിലൂടെ ബാബയുടെ സമീപതയുടെ സാക്ഷാത്കാരം ചെയ്യിക്കുന്ന മഹാനാത്മാവായി ഭവിക്കട്ടെ. മക്കളുടെ സങ്കല്പത്തിൽ പോലും മധുരത, വാക്കുകളിലും മധുരത, കർമ്മത്തിലും മധുരതയുണ്ടെങ്കിൽ അവരാണ് ബാബയുടെ സമീപത്തുള്ള കുട്ടികൾ. സമീപതയുടെ ലക്ഷണം എന്താ പറഞ്ഞേ? ഭഗവാന്റെ സമീപത്തെത്തുന്നതിനനുസരിച്ച് നമ്മുടെ സങ്കല്പങ്ങളും മധുരമായ വിചാരങ്ങളാക്കും, വാക്കുകളിലും മധുരതയുണ്ടാക്കും, കർമ്മത്തിലും മധുരതയുണ്ടാവും. അവരാണ് ഭഗവാന്റെ സമീപമായവർ. അതിനാൽ ബാബയും അവരെ ആരെ
ആര് ബാബയുടെ സമീപത്താണോ, ആര് ബാബയെ പോലെ മധുരമാണോ, ആ കുട്ടികളെയാണ് ബാബയെ ഡെയിലി വിളിക്കുകയാണ് എൻ്റെ മധുരമായ കുട്ടികളെ. അപ്പോൾ കുട്ടികൾ തിരിച്ച് എന്ത് വിളിക്കും? എൻ്റെ മധുരമായ ബാബ. അപ്പോൾ ഈ പതിവായ വിളി മധുരമായ കുട്ടി എന്ന ഈ വാക്ക് തന്നെ ബാബ എന്തിനെ വിളിക്കണേ? മധുരത സമ്പന്നരാക്കി മക്കളെ മാറ്റാനാണ്. ഇങ്ങനെ മധുരതയെ പ്രത്യക്ഷമാക്കുന്ന ശ്രേഷ്ഠാത്മാക്കൾ തന്നെയാണ് മഹാൻ ആത്മാക്കൾ. ആര്? മധുരതയെ തൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷമാക്കുന്ന മക്കളാണ് മഹാനാത്മാക്കൾ. മധുരത തന്നെയാണ് മഹാനത. മധുരത തന്നെയാണ് മഹാനത. മധുരതയില്ലെങ്കിൽ മഹാനതയുടെ അനുഭവമേ ഉണ്ടാകില്ല. ജീവിതത്തിൽ ഗ്രേറ്റ്നെസ് ഫീൽ ചെയ്യില്ല, പറയാം ബാബ. സങ്കല്പം, വാക്ക്, കർമ്മം മധുരമാക്കുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുക ഞാനൊരു ശ്രേഷ്ഠാത്മാവാണ്, മഹാനാത്മാവാണ്. സ്ലോഗൻ: ഏതൊരു കാര്യവും ഡബിൾ ലൈറ്റ് സ്ഥിതിയിലിരുന്ന് ചെയ്യൂ, എങ്കിൽ മനോരഞ്ജനത്തിൻ്റെ അനുഭവം, മനസ്സിനെപ്പോഴും രസം അനുഭവമാകും. ഡബിൾ ലൈറ്റ് സ്ഥിതിയിലാണ് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, രസത്തിൻ്റെ അനുഭവം ഉണ്ടാക്കും. ആയിരുന്നു ബാബയുടെ മധുര ശിക്ഷണങ്ങൾ. എന്നാൽ നമുക്ക് മാതേശ്വരിയുടെ പോയിന്റ്, നാളെ ഡേറ്റ് അനുസരിച്ച് മാതേശ്വരിയുടെ സ്മൃതി ദിനമാണ്, ജൂൺ 24. ഇന്ന് 23ാമത്തെ പോയിന്റ് നമുക്ക് മാതേശ്വരിയുടെ കേൾക്കാം. മമ്മയിൽ കണ്ട വിശേഷത, മമ്മയുടെ മുന്നിൽ ആര് വന്നാലും, ആരേത് ഭാവത്തിൽ വന്നാലും മമ്മയുടെ ദൃഷ്ടി അവരിൽ പതിക്കുന്നതും അവർ മമ്മയുടെ പാദസ്പർശം ചെയ്യുമായിരുന്നു. 14 വർഷത്തെ തപസ്യ മമ്മയുടെ അംഗങ്ങളെ അത്രത്തോളം തപസ്വിനിയാക്കി മാറ്റിയിരുന്നു. റോസ് അമൃത് വേളെ 2 ബജെ മമ്മ 2 മണിയെന്നുണ്ടെങ്കിൽ കിടക്ക വിടും. ദിവസവും, ഒരു ദിവസമല്ല, ദിവസവും 2 മണിയെന്നുണ്ടെങ്കിൽ കിടക്ക വിട്ട് എഴുന്നേക്കും. ഉടൻ പോയി ഇരുന്ന് തപസ്യയുടെ പോസ്റ്ററിലിരുന്ന് യോഗ തപസ്യ ചെയ്യും. ഇത് മമ്മയുടെ നിയമിതമായ ദിനചര്യയായിരുന്നു. ഒരു ദിവസം പോലും ഈ 2 മണിയുടെ ദിനചര്യയ്ക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അനേക തരത്തിലുള്ള കർമ്മണ സേവനങ്ങൾ മമ്മ സ്വയം ചെയ്യുകയും മറ്റുള്ളവരെ ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. യജ്ഞത്തിൽ സ്റ്റോറിൽ എല്ലാ സാധനങ്ങളും വൃത്തിയാക്കി വെക്കുക, ധാന്യങ്ങൾ, അരി, ഗോതമ്പ് എല്ലാം എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക, ഉണക്കി വെക്കുക, പച്ചക്കറികൾ വൃത്തിയാക്കി വെക്കുക, പച്ചക്കറി മുറിക്കുക, എല്ലാ കാര്യങ്ങളിലും മമ്മ മുന്നിലുണ്ടാവും. എങ്ങനെ വൃത്തിയാക്കണം, എങ്ങനെയാണ് ഓരോ കഷ്ണവും മുറിക്കേണ്ടത്, എല്ലാം മക്കളെ പഠിപ്പിച്ച് യോഗ്യരാക്കി. അതായിരുന്നു മാതേശ്വരിയുടെ പോയിന്റ്. ഇനി നമുക്ക് നമ്മുടെ ഈ മാസത്തെ കർമ്മയോഗത്തിൻ്റെ പോയിന്റ്. കർമ്മയോഗിയായി കർമ്മത്തിൻ്റെ പാർട്ട് അഭിനയിക്കണം. പക്ഷേ ജബ് ഫുർസത്ത് മില്ലേ, അവസരം കിട്ടുമ്പോഴെല്ലാം, കർമ്മങ്ങളുടെ ഇടയിൽ സമയം കിട്ടുമ്പോഴെല്ലാം സൂക്ഷ്മവദനത്തിലേക്കോ മൂലവദനത്തിലേക്കോ ഇടയ്ക്കിടയ്ക്ക് പോകും. സൂക്ഷ്മവദനത്തിലേക്കോ മൂലവദനത്തിലേക്കോ ഇടയ്ക്കിടയ്ക്ക് പോകും. കാര്യം പൂർത്തിയായി. എങ്ങനെയാണ് ഒരു ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോണേ, ജോലി സ്ഥലത്തുനിന്ന് വീട്ടിൽ പോകുന്നത് പോലെ നിങ്ങൾ ഓഫീസിൽ ഇരുന്നു കാര്യം ചെയ്തു, കാര്യത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പരംധാം വീട്ടിൽ പോയി വരും. ഓർമ്മ വേണം, ജോലിക്കിടയിലും പരംധാമമാകുന്ന എൻ്റെ വീട് അരികിലാണ്. എത്ര അരികിലാണ്. ഓഫീസിലാണെങ്കിലും കടയിലാണെങ്കിലും ഭവന ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, പരംധാമമാകുന്ന വീട്ടിൽ പോയി വരിക.
ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കണോ? അടുത്ത സെക്കൻഡ് പരംധാം വീട്ടിൽ. സാകാരി വദൻ കെ കമരെ സെ നിക്കൽ മൂൽ വദൻ കെ കമരെ മേ ചലേ ഗേ. എങ്ങനെയാണോ നമ്മളൊരു വീട്ടിലൊരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോണേ, അതേപോലെ ബാബ പറയണേ ഈ സാകാരവദനത്തിലിരുന്ന് ജോലി വേലകൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് 1 മിനിറ്റ്, അരമിനിറ്റ്, അല്ല 10 സെക്കൻഡ്, 20 സെക്കൻഡ് അടുത്ത മുറി, ഈ മുറിയിൽ നിന്ന് അടുത്ത മുറി, അല്ല ഇത് സാകാരവദനം. അടുത്ത മുറി ഏതാണ്? സൂക്ഷ്മവദനം. അടുത്ത മുറി പരംധാമം. അവനെ ഇടയ്ക്കിടയ്ക്ക് പോയി വരാനുള്ള ഈ അഭ്യാസം ജോലിക്കിടയിൽ ചെയ്യും. ഓം ശാന്തി. ഇന്ന് യോഗ ഭട്ടിയാണല്ലോ. 9:30 മുതൽ 1:30 വരെ യോഗ ഭട്ടിയാണ്. മാതേശ്വരിക്ക് വിശേഷ സ്മൃതി ധനഭോഗം വയ്ക്കും. എല്ലാവരും യോഗ ഭട്ടിയുടെ പൂർണ്ണ ലാഭം എടുക്കും. ബാബ തന്ന ഹോംവർക്ക് ഈ ഭട്ടിയിലിരിക്കെ തന്നെ ഇന്ന് ബാബയുടെ മുരളിയുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ട് പോണം. എന്താണ് ഹോംവർക്ക്? എത്ര ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നു, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം വിനയം അത്ര തന്നെ ഉണ്ടായിരിക്കണം. അതിന് ബാബ എന്താണ് പറഞ്ഞത്? ഹൃദയം ശുദ്ധമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. പഴയ സ്വഭാവത്തിൻ്റെയോ അപമാന ഫീലിങ്ങിൻ്റെയോ ദുരഭിമാനത്തിൻ്റെയോ അല്പം പോലും കറയുണ്ടാവരുത്. മാതേശ്വരിയുടെ ഈ സ്മൃതി ദിന ഭട്ടി നടക്കുന്ന ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് ബാബ തന്ന ഈ ഹോംവർക്കും പൂർത്തീകരിക്കാം. വദനവാസിയാകൂ. ബാപ്ദാദയ്ക്കൊപ്പം മാതേശ്വരിയും കാണും. ബാപ്ദാദയിൽ നിന്നും ദൃഷ്ടിയെടുക്കൂ, മാതേശ്വരിയിൽ നിന്നും കരണ്ടെടുക്കൂ. അച്ഛനും അമ്മയും അലൗകിക മാതാവും പിതാവും ദൃഷ്ടി നൽകി എന്നെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് ഐശ്വര്യ കരണ്ട് മാതാവിൻ്റെ മാതൃവാത്സല്യം സഹിതം അന്തരാത്മാവിൽ ശക്തി നിറയുന്നത് ഫീൽ ചെയ്യും. ആ ശക്തി കിരണങ്ങൾ എൻ്റെ ഹൃദയത്തെ പിളർന്ന് ഉള്ളിലെ കറകളെല്ലാം പൂർണ്ണമായും നീക്കി ക്ലീൻ ചെയ്യാണ്. ദുരഭിമാനത്തിൻ്റെ, ദേഹാഭിമാനത്തിൻ്റെ, അപമാനബോധത്തിൻ്റെ എല്ലാ ഭിത്തികളും തകർന്നുടഞ്ഞ് തരിപ്പണമാകുകയാണ്. അവശേഷിക്കുന്നത് ഞാൻ ഒരു ശുദ്ധ ചൈതന്യ ആത്മസ്വരൂപം, ബാബയുടെ കുട്ടി. ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഇതിലൂടെ വിനയമുള്ളവരായി മാറാനാകും. എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ, പ്രാപ്തിയുണ്ടോ, എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു, ഇനി എന്തെല്ലാം ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നു, എല്ലാം പ്രഭുപ്രസാദമാണ്.
ബാബയിൽ നിന്നും പരിവാരത്തിൽ നിന്നും. പ്രത്യേകിച്ചും ബാബ പറഞ്ഞു, ചെറിയവരിൽ നിന്നും വലിയവരിൽ നിന്നും എല്ലാം ആശീർവാദം നേടണം. ആശീർവാദമാണ് പുണ്യം. സേവനത്തിനോടൊപ്പം വിനയമുണ്ടെങ്കിലേ ആശീർവാദമുണ്ടാക്കും. വിനയത്തിൻ്റെ ലക്ഷണമാണ് ബാബ പറഞ്ഞത്. മധുരത സങ്കല്പത്തിലും വാക്കിലും പെരുമാറ്റത്തിലും ഉണ്ടാക്കും. ബാബയ്ക്ക് സമീപം ജീവിക്കുന്നതിൻ്റെ അടയാളമാണ് മധുരത, വിനയം. ഇതാണ് മഹാനത എന്നാണ് പറഞ്ഞത് ബാബ. അങ്ങനെയുള്ള മഹാതപസ്വനിയുടെ സ്മൃതി ദിന പട്ടിയാണെന്ന്. എനിക്കും മതീശ്വരിയെ പോലെ മഹാതപസ്വനിയാകണം. മഹാനതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥത സ്വന്തമാക്കണം. സേവനങ്ങളിലും നമ്പർ 1, വിനയത്തിലും നമ്പർ 1. ഈ സന്തുലനമാണ്. ഈ ബാലൻസിങ്ങിലൂടെ മാത്രമേ ഭഗവാനിൽ നിന്നും പരിവാരത്തിൽ നിന്നും സർവാത്മാക്കളിൽ നിന്നും ആശീർവാദം നേടി പുണ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കാനാകും. ആ പുണ്യവതിയായിരുന്നു മതീശ്വരി. എനിക്കും അതേപോലെയാകണം. ഞാനുമായി തീരും. മാതീശ്വരിയെ പോലെ മധുരമായ ഗംഭീരതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാകും. വാക്കിലും സംസാരത്തിലും സങ്കല്പത്തിലും വൃത്തി ദൃഷ്ടിയിലും സരളതയുള്ള ഹോളി ഹംസമായി തീരും. ഓം ശാന്തി.
സ്നേഹഗീതം പാടി ജഗത്തിനമ്മയാം വിശ്വപാലക ജഗത്തിനമ്മയാം വിശ്വപാലക പ്രിയമാതേശ്വരി ജഗദംബ ഹൃദയവീണമീട്ടി ജഗദീശ്വരന്റെ ഹൃദയ സിംഹാസനത്തിൽ ഉപവിഷ്ടയാമിൻ പ്രിയമമ്മ ആദിദേവന്റെ വലം കൈയായി യജ്ഞം പാലിച്ച ജഗദീശ്വരി ജഗദീശ്വരി ശാന്തി സ്വരൂപിണി ശാന്തി പ്രദായിനി സത്യസ്നേഹത്തിൻ വരദായിനി സരസ്വതി ദേവി നീ സരസ്വതി ദേവി വിദ്യാവാഹിനി ജ്ഞാനപ്രകാശിനി ശിവശക്തി രൂപിണി ശിവശക്തി രൂപിണി ഹൃദയവീണമീട്ടി സ്നേഹഗീതം പാടി ജഗത്തിനമ്മയാം വിശ്വപാലക ജഗത്തിനമ്മയാം വിശ്വപാലക പ്രിയമാതേശ്വരി ജഗദംബ ഹൃദയവീണമീട്ടി സ്നേഹഗീതം പാടി